വെൽക്കം. തഹ്മനാണ് മൈക്രോബയോളജി വീഡിയോ സീരീസിൽ. ഈ വീഡിയോ നമ്മൾ പറയാ സ്യൂഡോമോണാസിനെ കുറിച്ചിട്ടാണ്. സ്യൂഡോമോണാസ് ഒറിജിനോസയെ പറ്റിയാണ് നമ്മൾ പറയാം. സോ മെഡിക്കൽ മൈക്രോബയോളജിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഓർഗാനിസം ആണ്. ബിക്കോസ് ഓഫ് ദിസ് എമർജൻസ് ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗാനിസം ആണ്. ഇത് സാധാരണ സോയിലിനകത്ത് കാണാം, സീ വാട്ടറിൽ കാണാം, ഫ്രഷ് വാട്ടറിൽ കാണാം, പ്ലാന്റ്സിൽ കാണാം, അനിമൽസിലൊക്കെ സ്വാഭാവികമായിട്ട് സാധാരണ കാണപ്പെടുന്ന ഒരു ഓർഗാനിസം ആണിത്. ആൻഡ് മാത്രമല്ല 0 to 45 ഡിഗ്രി സെന്റിഗ്രേഡ് വൈഡ് റേഞ്ചിൽ വൈഡ് ടെമ്പറേച്ചർ റേഞ്ചിലൊക്കെ വളരാകുന്ന ഒരു ഓർഗാനിസം ആണിത്. ആൻഡ് ഇവ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ ബയോ റീമീഡിയേറ്റേഴ്സ് ഒക്കെ ആയിട്ട് സോയിലിനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഫ്രീക്വന്റ് കണ്ടാമിനേഷൻ ഇൻ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ആളാണ് ഇത് എന്ന് പറയും. നമ്മുടെ വീടിന്റെ പൈപ്പിലൊക്കെ സാധാരണ പൈപ്പിന്റെ തുമ്പത്തൊക്കെ സാധാരണ പച്ച നിറത്തിലുള്ള ഒരു സംഭവം കാണാം. അത് ഫംഗസ് അല്ലെങ്കിൽ മിക്കവാറും അത് സ്യൂഡോമോണാസ് ഒറിജിനോസ ആയിരിക്കാനാണ് സാധ്യത. ഇതിന്റെ ഒരു പ്രശ്നം ദീസ് ആർ റെസിസ്റ്റന്റ് ആണ്. റെസിസ്റ്റന്റ് ടു വാട്ടർ, റെസിസ്റ്റന്റ് ടു സോപ്പ്. നമ്മൾ സാധാരണ സോപ്പ് ഇട്ട് കഴിയാൽ പോയിരിക്കാം, പക്ഷെ ഇല്ല. ഡൈസ് റെസിസ്റ്റന്റ് ആണ്. ക്വാട്ടർണറി അമോണിയം ഡിസിൻഫെക്ടന്റ്. സോ ഇതിനൊക്കെയുള്ള റെസിസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ മരുന്നിനോടും റെസിസ്റ്റന്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഓൾസോ ഇത് ഉണക്കിയെടുത്താലും പ്രശ്നമാണ്. സോ ഇത്രയും കാര്യങ്ങളോടൊക്കെ ഇത് റെസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് ഇവയുടെ ഒരു പ്രശ്നം. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻ ആണ് ദിസ് സ്യൂഡോമോണാസ് ഒറിജിനോസ. ഇപ്പോൾ സ്യൂഡോമോണാസിനെ പറ്റി നമ്മൾ പറയുന്നത് ഇവിടെ ഗ്രാം നെഗറ്റീവ് ബാസില്ലായി അല്ലെങ്കിൽ റോഡ്സ്, ഇതിന്റെ കീഴിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടന്നത്. സോ ഇറ്റ്സ് എ ഗ്രാം നെഗറ്റീവ് ബാസില്ല റോഡ്സ് ആണ്. സോ ഗ്രാം നെഗറ്റീവിന്റെ സ്റ്റെയിനിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ എന്ത് കളർ കിട്ടും? പിങ്ക് ഓർ റെഡ് കളറാണ് ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമുക്ക് കിട്ടും. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എയ്റോബ് ആണ്. ദിസ് ഈസ് ആൻ എയ്റോബിക് ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേറ്റ് എയ്റോബ് ആണ്. എയർ വേണം എന്നുള്ളതാണ്. ഒബ്ലിഗേറ്റ് എയറോബിക് ഓർഗാനിസം ആണ് സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രാം നെഗറ്റീവ് റോഡ് ആണെന്ന് പറഞ്ഞു. ഗ്രാം നെഗറ്റീവ് റോഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഇതിന് ഒരു ഫ്ലജല്ലം ഉണ്ട്. ഒരു ഫ്ലജല്ലം, സിംഗിൾ ഫ്ലജല്ലം ആണ്, ഒരു ഫ്ലജല്ല. അപ്പൊ ഇവിടെ ഒരു ബേർഡ് സൈഡിൽ മാത്രമുള്ളപ്പോൾ നമ്മൾ അതിനെ യൂണിപോളാർ ഫ്ലാജെല്ലേറ്റഡ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഫ്ലജല്ല ഉണ്ടെങ്കിൽ അപ്പോൾ യു ക്യാൻ മൂവ് അല്ലെ. സോ ദിസ് ഈസ് മോട്ടൈൽ ആണ്. സോ സിംഗിൾ പോളാർ ഫ്ലജല്ല ആൻഡ് ഇറ്റ് ഈസ് മോട്ടൈൽ ആണെന്ന് പറയാം. ഇനി വി ക്യാൻ സീ സോ മെനി ഫിംബ്രിയേസ്, ചെറിയ ഫിംബ്രിയേസ് അല്ലെങ്കിൽ പൈലൈ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പൈലൈ ആൻഡ് ഫിംബ്രിയ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് ഫിംബ്രിയെ അറ്റാച്ച്മെന്റിന് വേണ്ടിയുള്ളതാണ്. അഡ്ഹഷൻ, നമ്മുടെ സെല്ലും അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇത് ക്യാപ്സുലേറ്റഡ് ആണോ നോൺ ക്യാപ്സുലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ക്യാപ്സ്യൂൾ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എൻകാപ്സുലേറ്റഡ് എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് എൻകാപ്സുലേറ്റഡ് ആണ്. സ്പോർ ഫോം ചെയ്യുമോ എന്ന് വെച്ചാൽ നോൺ സ്പോർ ഫോമിങ്. സോ സ്പോർ ഉണ്ടാകുന്നില്ല. സോ ഇതൊക്കെ ഇതിന്റെ ജനറൽ ഫീച്ചേഴ്സ് ആണ്. ഗ്രാം നെഗറ്റീവ് ആണ്, എയറോബ് ആണ്, യൂണിപോളാർ ഫ്ലാജെല്ലേറ്റഡ് ആണ്, മോട്ടൈൽ ആണ്, പൈലേ ഉണ്ട്, ക്യാപ്സുലേറ്റഡ് ആണ്, ആൻഡ് ഓൾസോ നോൺ സ്പോർ ഫോമിംഗും ആണ്. അപ്പൊ ഇത് ഒബ്ലിഗേറ്റ് എയറോബിക് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ദിസ് യൂസസ് ഓക്സിജൻ എന്നാണ്. ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഈ ഓക്സിജൻ വെച്ചിട്ട് എന്താ ചെയ്യുക? ഓക്സിജൻ യൂട്ടിലൈസസ് ഷുഗറിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യാനായിട്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ഇത് ഷുഗറിനെ ഫെർമെന്റ് ചെയ്യില്ല. സോ ഇറ്റ് ഇസ് എ നോൺ ഫെർമെന്റർ ഓഫ് ഷുഗർ ആണ്. കാർബോഹൈഡ്രേറ്റ് ഓർ ഷുഗറിനെ ഒന്നും ഫെർമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഇറ്റ് cannot catabolize sugar or carbohydrates. So it's a non-fermenter ആണ്. So this is a non-fermenter ആണ്. ഇവിടെ നമുക്ക് non-fermenter എന്ന് നമുക്ക് എഴുതാം. മറ്റു പ്രധാനപ്പെട്ട non-fermenter ഏതൊക്കെയാണ്? ബുർക്കൾഡേറിയ non-fermenter ആണ്. അസിനറ്റോബാക്ടർ പോലുള്ളവയൊക്കെ non-fermenter ആണ്. അപ്പൊ ഇത് എൻട്രോബാക്ടീരിയസിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എൻറ്ററോബാക്ടീരിയസിലുള്ള മെമ്പർ അല്ല ഇത് എന്ന് പറഞ്ഞാൽ ഒന്ന് non-fermenter തന്നെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. ബാക്കി പല കാരണങ്ങൾ നമ്മൾ പുറകെ പറയും. അപ്പൊ ഇനി ഇതിന്റെ വിറുലൻസ് ഫാക്ടേഴ്സ് ആൻഡ് ഓൾസോ പാത്തോജെനസിസ്, അസുഖം എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ പൈലൈ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫിംബ്രിയെ എന്നാണ് പറഞ്ഞത്. ഫിംബ്രിയെ ഉപയോഗിച്ചിട്ട് ഇവ ഇപ്പോൾ ഇത് ഹോസ്റ്റലിലാണെങ്കിൽ ഇത് പോയി അവിടെ ഒട്ടിച്ചേരും എന്നുള്ളതാണ്. ഹോസ്റ്റിൽ ഒട്ടിച്ചേരും. രണ്ടാമത്തത് ഇതിനകത്ത് ടോക്സിൻ ഉണ്ട്. സോ ടോക്സിൻ മീഡിയേറ്റഡ്, ഈ ടോക്സിൻ വഴിയുള്ള ഇമ്മ്യൂൺ ഇവേഷൻ നടത്തും. ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇവേഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ടിഷ്യൂ ഇഞ്ചുറി, ആ ടിഷ്യൂവിനെ ഇഞ്ചുറി കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ടോക്സിൻസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഉള്ളത് എക്സോടോക്സിൻ ആണ്. എക്സോടോക്സിൻസ് ഏതൊക്കെയാണ്? എക്സോ എന്ന് എഴുതുക, എസ് ഉണ്ട്, ദെൻ എക്സോ ഉണ്ട്, ഇവിടെ ടി ഉണ്ട്, ദെൻ എക്സോ യു ഉണ്ട്, എക്സോ വൈ, ഇങ്ങനെയൊക്കെയുള്ള എക്സോടോക്സിൻസ് ഉണ്ട്. ആൻഡ് ഇതെല്ലാം തന്നെ നോൺ ഡിഫ്യൂസിബിൾ എക്സോടോക്സിൻസ് ആണ് ഇതെല്ലാം. ഇനിയുള്ള ടോക്സിൻ ആണ് ഡിഫ്യൂസിബിൾ ടോക്സിൻ ഉണ്ട്. ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള ടോക്സിൻ
ടോക്സിൻ, അത് ഫേമസ് ആണ്. ടോക്സിൻ എന്ന് പറയുന്നത് എക്സോടോക്സിൻ എ ആണ്. എക്സോടോക്സിൻ എ അല്ലെങ്കിൽ നമ്മൾ ETA എന്നാണ് ഇതിനെഴുതുക. എക്സോടോക്സിൻ എ ഇത് സെല്ലിനകത്ത് കടന്ന് ഇതിന്റെ ഒരു കാറ്റലിറ്റിക് ഫ്രാഗ്മെന്റ് അത് പുറത്തു വരും. സെല്ലിനകത്ത് ഇത് കടന്നു കഴിഞ്ഞാൽ ഈ ടോക്സിന്റെ കാറ്റലിറ്റിക് ഫ്രാഗ്മെന്റ് പുറത്തു വന്നു വരും. ആൻഡ് ഇത് സെല്ലിനകത്തെ പ്രോട്ടീൻ സിന്തസിസിന്റെ മറ്റൊരു പേര് ട്രാൻസ്ലേഷൻ എന്നാണ്. ട്രാൻസ്ലേഷന് വേണ്ട ഒരു ഫാക്ടറാണ് ഇലോങ്ങേഷൻ ഫാക്ടർ 2, EF2 എന്നാണ് നമ്മൾ വിളിക്കുക. ഈ EF2ന്റെ ഇപ്പൊ ഇത് EF2 ആണെങ്കിൽ അതിന്റെ അവിടെ ഒരു റെസിഡ്യൂ ഉണ്ട്, ഡിതമൈഡ് റെസിഡ്യൂ എന്നാണ് പറയുക. DIPTHA ഡിതമൈഡ് റെസിഡ്യൂ എന്ന് പറയുന്ന റെസിഡ്യൂലേക്ക് ഒരു ADP റൈബോസിലേഷൻ മോയിറ്റി അത് എടുക്കുന്നത് NAD+ എന്നാണ്. NAD+ ADP റൈബോസിലേഷൻ മോയിറ്റി ഈ ഡിതമൈഡിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് ADPയുടെ റൈബോസിലേഷൻ നടക്കും. ADPയുടെ റൈബോസിലേഷൻ നടക്കുകയാണ് ചെയ്യുക ആൻഡ് കോസസ് EF2 ആൻഡ് ദിസ് ഇൻഹിബിറ്റ്സ് EF2ന്റെ പ്രവർത്തനം തടയുന്നു. സോ ഇൻഹിബിറ്റ്സ് EF2. ഇതുമൂലം ADP റൈബോസിലേഷൻ നടക്കുമ്പോൾ EF2ന്റെ പ്രവർത്തനം തടയുകയാണ്. ADP റൈബോസിലേഷൻ ഇൻഹിബിറ്റർ അല്ല എന്ന് പ്രത്യേകം ഓർക്കുക, ഇൻഡ്യൂസ് ചെയ്യുകയാണ്. സോ EF2 ഇല്ലെങ്കിൽ അപ്പോൾ ട്രാൻസ്ലേഷൻ ഇല്ല, സോ പ്രോട്ടീൻ ഇല്ല, സെൽ ഡെത്ത് ഉണ്ടാകുന്നു. ഇതാണ് ഇവിടെ പ്രവർത്തന രീതി. ഇങ്ങനെ പ്രവർത്തിക്കുന്ന വേറൊരാളെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അത് ഡിഫ്തീരിയ ടോക്സിൻ ആയിരുന്നു. സോ ഡിഫ്തീരിയ ടോക്സിന്റെ സെയിം മെക്കാനിസം ഓഫ് ആക്ഷൻസ് ആണ്. അപ്പോൾ ഈ ടോക്സിൻസ് എങ്ങനെ അകത്ത് കടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മെക്കാനിസം ടൈപ്പ് 3 സെക്രീഷൻ സിസ്റ്റം വഴിയാണ് ഇത് അകത്തേക്ക് കടക്കുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഇനി ടോക്സിൻസ് അതായിരുന്നു. ഇനി ഒരെണ്ണുള്ളത് ലിപ്പോ പോളിസാക്കറൈഡ് ആണ്. നമ്മൾ അതിനെ LPS എന്നാണ് എഴുതുക. LPSനകത്ത് ലിപ്പിഡ് A എന്ന് പറയുന്ന സംഭവം ഉണ്ട്. പിന്നെ ഉള്ളത് ഫ്ലജല്ലിൻ ഉള്ളത് ഫ്ലജല്ലയിലുള്ള പ്രോട്ടീൻ ആണ്. ഫ്ലജല്ലിൻ എന്ന് പറയുന്ന ഫ്ലജല്ല പ്രോട്ടീൻ. സോ ഇത് രണ്ടും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹോസ്റ്റിന്റെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ടോക്സിൻ ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഇമ്മ്യൂണോ മീഡിയേറ്റേഴ്സ് എല്ലാം കൂടുതലായിട്ട് റിലീസ് ചെയ്യും. അവിടെ ഇൻഫ്ലമേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇനി സ്യൂഡോമോണാസ് വിവിധ തരം പിഗ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഡിഫറെന്റ് പിഗ്മെന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്യൂഡോമോണാസ്. ആദ്യത്തെ ഇത് പ്രോസയാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ആൻഡ് ഇത് ആകെ ഉണ്ടാക്കുന്ന സ്യൂഡോമോണാസ് എറിജിനോസ മാത്രമാണ് ഉണ്ടാക്കുന്ന ഒരു ബ്ലൂ ഗ്രീൻ പിഗ്മെന്റ് ആണ് പ്രോസയാനിൻ എന്ന് പറയുന്നത്. മറ്റൊരു പിഗ്മെന്റ്, അപ്പോൾ ഇത് രണ്ടാമത്തെ പിഗ്മെന്റ് എന്ന് പറയുന്നത് പയോവെർഡിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. രണ്ടാമത്തെ പിഗ്മെന്റ്, അതിന് വേറൊരു പേര് ഫ്ലൂറസിൻ എന്ന് പറയുന്ന പേരുണ്ട്. RESCEIN ഫ്ലൂറസിൻ എന്നും വിളിക്കാം. ആൻഡ് ഇതൊരു ഗ്രീനിഷ് യെല്ലോ കളറാണ് ഇതിന് ഉള്ളത്. ആൻഡ് ഇതെല്ലാം സ്യൂഡോമോണാൽ സ്പീഷീസ് ഉണ്ടാക്കും, പക്ഷേ ഇത് ഓൺലി ഒറിജിനോസം മാത്രമാണ് ഉണ്ടാക്കുക. ഇനി ഒരു റെഡ് കളർ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്, അത് പയോ തന്നെയാണ്. റൂബിൻ എന്ന് പറയുമ്പോൾ റൂബി റെഡ് ആണ്. ദെൻ നാലാമത്തെ ഉള്ളത് പയോ മെലാനിൻ ആണ്. മെലാനിൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഒക്കെ ആയിരിക്കണം. സോ ഇറ്റ് ഇസ് ബ്രൗൺ ബ്ലാക്ക് കളറാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ ഇതെല്ലാം ഇതിന്റെ പിഗ്മെന്റുകളാണ്. ഇനി അടുത്ത ഒരു നാലാമത്തായിട്ട് നമുക്ക് എഴുതാം. നാലാമത്തെ ഒരു വിർലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് ആൾജിനേറ്റ് കോട്ട് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇത് മ്യൂക്കോഡ് സ്പീഷീസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. വെച്ചാൽ മ്യൂക്കസ് അങ്ങനെ ഒരു ലെയർ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, മ്യൂക്കോഡ് സ്പീഷീസ് ഓഫ് ഓൾ സ്യൂഡോമോണാസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവയെല്ലാം തന്നെ ഒരു സ്ലൈം ലെയർ ഓഫ് ആൾജിനേറ്റ് ലെയർ അല്ലെങ്കിൽ പോളിസാക്കറൈഡ് ലെയർ ആയിരിക്കും ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ദിസ് ക്യാൻ ആക്ട് ആസ് എ ബയോഫിലിം. പല സ്ഥലത്തും ഇത് പോയി സ്ലൈം ലെയറിന് ഒട്ടിപ്പിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഈ സ്ലൈം ലെയർ വെച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്നത് പൂറുലന്റ് ആയിട്ടുള്ള മ്യൂക്കസിൽ ഒട്ടിച്ചേരാനായിട്ട് സഹായിക്കും. സോ ഇത്തരം ആൾജിനേറ്റ് ഉള്ളവയാണ് നമ്മുടെ സിസ്റ്റിക് ഫൈബ്രോസിസ് പോലെയുള്ള രോഗങ്ങളുള്ള ആൾക്കാരിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഇത്തരം മ്യൂക്കോഡ് സ്പീഷീസ് അല്ലെങ്കിൽ സ്ലൈം ലെയർ ഉള്ള ആൾജിനേറ്റ് കോട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇനി ഇവയിൽ കാപ്സുലാർ ആന്റിജൻ ഉണ്ട്. കാപ്സുലാർ പോളിസാക്കറൈഡ്സ് ആണ് ഉള്ളത്. സോ ഇതെന്താ ചെയ്യുക? ഇത് മറ്റേതിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിലെല്ലാം തന്നെ ഫാഗോസൈറ്റോസിസ് തടയലാണ്. സോ ഇതും ഇവിടെ ഫാഗോസൈറ്റോസിസ് തടയാനായിട്ട് സഹായിക്കുന്നു. ദെൻ ആറാമത്തെ മറ്റൊരു ഫാക്ടർ ഇതിനകത്തുള്ളത് മൾട്ടി ഡ്രഗ് എഫ്ലക്സ് പമ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതിപ്പോൾ ഡ്രഗ് റെസിസ്റ്റൻസിനാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഡ്രഗിനെ പിടിച്ച് പുറത്തേക്ക് കളയുന്ന പമ്പുകളാണ്. സോ ഇതിന് റെസിസ്റ്റൻസിലാണ് റോൾ ഉള്ളത്. പിന്നെ മറ്റ് ധാരാളം എൻസൈംസ് നമുക്ക് ഇവിടെ എഴുതാം. ഏഴാമത്തെ ഡിഫറെന്റ് എൻസൈംസ് ഉണ്ട്. എൻസൈംസ് ഏതൊക്കെയാണ്? ഉദാഹരണം പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്, ഫോസ്ഫോലിപ്പേസസ് എന്നൊക്കെ പറയുന്ന എൻസൈം ഉണ്ട്, ദെൻ ഹീമോലൈസിൻ ഉണ്ട് ഇതിനകത്ത്. ദെൻ പിന്നെ എൻസൈം അല്ല, സിഡറോഫോർസ് എന്നൊക്കെ പറഞ്ഞാൽ അയൺ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. സോ എൻസൈംസോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇനി എട്ടാമത്തെ കാര്യം നമുക്ക്
പറയാനുള്ളത്, ഇവർ പ്രത്യേക രീതിയിൽ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഇവ തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഒരു പ്രത്യേക പരിധിയിൽ ഇവ വളർന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വളർത്ത് കാണുന്നതായിരിക്കും, ഒരു പ്രത്യേക പരിധിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇത് വളർന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റിയിൽ, ആൻഡ് ദിസ് കൗസിങ് എക്സ്റ്റൻഷൻ ഓഫ് ഇറ്റ്സ് വിർലൻസ് ഫാക്ടർ, ഇതിന്റെ വിർലൻസ് ഫാക്ടർ കൂടുകയും, ആൻഡ് ഇതൊരു ടൈപ്പ് ഓഫ് ജനറ്റിക് എക്സ്പ്രഷനാണ്. സോ അപ്പം സംഭവിക്കുന്ന വെച്ചാൽ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ബാക്ടീരിയ നമ്പർ കൂടും, ആൻഡ് ഇതിന്റെ വിർലൻസ് കൂടുകയും ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുക കോറം, QURUM, കോറം സെൻസിങ് എന്നാണ് വിളിക്കുക. കോറം സെൻസിങ് എന്ന് വെച്ചാൽ പ്രത്യേക ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ അങ്ങ് വളരുന്ന ഒരു പ്രവണത. സോ ദിസ് ഓൾസോ എ വിർലൻസ് ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇനി സ്യൂഡോമോണാസ് ഒറിജിനോസ മൂലമുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ രോഗങ്ങൾ എന്തെല്ലാമാണ് ഉണ്ടാക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ആണ്, അല്ലെങ്കിൽ നോസോകോമിയലാണ്. ഹോസ്പിറ്റലിൽ വെച്ചുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് അധികം. അത് തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഉള്ള ആൾക്കാർ, ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരിൽ ഇവരൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ്. ഇപ്പം ഉണ്ടാകുന്നത് കോണ്ടാക്ട് വിത്ത് ഫോർമൈഡ്സ്, അതിന്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാവുക, കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റലിലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വഴി പകരും. ഉദാഹരണത്തിന് വെന്റിലേറ്റർ വഴി പകരാം, IV സൊല്യൂഷൻസ് വഴി പകരാം, അനസ്തെറ്റിക് എക്യുപ്മെന്റ്സ് വഴി പകരാം, കത്തീറ്റേഴ്സോ, ഇതെല്ലാം ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ബയോഫിലിം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബയോഫിലിം അത് വഴി ഉണ്ടാകുന്ന ഒട്ടിച്ചേർന്നിരുന്നാണ് ഇതൊക്കെ രോഗങ്ങൾ ഉണ്ടാകുന്നത്. സ്ലൈം കോട്ടൊക്കെ മൂലമാണെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ ഓർ അസുഖം എന്ന് പറയുന്നത് ന്യൂമോണിയയാണ്. ന്യൂമോണിയ ഉണ്ടാകാം. അതിലേറ്റവും പ്രധാനം വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയയാണ്. പ്രധാന കാരണങ്ങളിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. പ്രത്യേകിച്ച് മ്യൂക്കോഡ് സ്പീഷീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാം. പ്ലസ് അഡീഷണലി രണ്ടാമത്തെ ഇവിടെ എഴുതാം, റെസ്പിറേറ്ററി തന്നെയാണ്. ക്രോണിക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റിക് ഫൈബ്രോസിസ് പേഷ്യന്റ്, അങ്ങനെയുള്ള രോഗികളിലൊക്കെ ഈ സംഭവങ്ങൾ ബിക്കോസ് ഓഫ് ദിസ് മ്യൂക്കോഡ് ഇത് മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ആള് സ്യൂഡോമോണാസ് ഒറിജിനോസയാണ്. ദെൻ പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പറയുകയാണെങ്കിൽ ബ്രോങ്കിയോടാസിസ് നമുക്ക് ഉണ്ടാക്കാം. ദെൻ പാൻ ബ്രോങ്കിയോലൈറ്റിസ് ഇങ്ങനെയൊക്കെയുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ബിക്കോസ് ദിസ് ഇസ് എയ്റോബിക് ആണെന്ന് പറഞ്ഞു. എയ്റോബിക് എന്ന് പറയുമ്പോൾ ലങ്സിൽ ഒരുപാട് ഓക്സിജൻ ഉണ്ട്, ധാരാളമായിട്ട് വളരും. ഇനി രണ്ടാമത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ചെവിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ഇപ്പൊ കുട്ടികളിലാണെങ്കിൽ പറയുന്നത് അതിന് സ്വിമ്മേഴ്സ് ഇയർ എന്നാണ്. സ്വിമ്മേഴ്സ് ഇയർ ഒരു വെള്ളത്തിലൊക്കെ കളിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നീന്തലോ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം. ദെൻ മുതിർന്നവരിൽ മെലിഗ്നന്റ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ ഉണ്ടാക്കാം. ഓട്ടൈറ്റിസ് മീഡിയ ഒക്കെ ഉണ്ടാക്കാം, എങ്കിലും ഡയബറ്റിക് പേഷ്യൻസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ആൻഡ് വേരിയസ് അതർ ഇയർ ഇൻഫെക്ഷൻസ്, മറ്റ് പല ഇയർ ആൻഡ് ഇയർ റിലേറ്റഡ് ENT റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാം. മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് കണ്ണിലുള്ള ഇൻഫെക്ഷൻ ആണ്. കണ്ണിൽ എസ്പെഷ്യലി കോണ്ടാക്ട് ലെൻസ് വെക്കുന്നവരിൽ കോർണിയൽ അൾസറേഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് എൻഡോപ്താൽമൈറ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഇനി അടുത്തൊരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫീവർ എന്ന് പറയുന്നത് ഷങ്കായ് ഫീവർ എന്ന് പറയുന്ന ഫീവർ ടൈഫോയിഡ് ഫീവർ പോലുള്ള മൈൽഡ് ആയിട്ടുള്ള ഫെബ്രൈൽ ഇൽനെസ് ആണ് ഈ ഷങ്കായ് ഫീവർ എന്ന് പറയുന്നത് ഉണ്ടാക്കാം. അഞ്ചാമത്തത് സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് നമുക്ക് ധാരാളം ഉണ്ടാക്കാം. ദീർഘനാൾ ഇപ്പൊ നേരം വെള്ളത്തിലും മറ്റും കൈയൊക്കെ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകാവുന്ന ഒരു സ്കിൻ അല്ലെങ്കിൽ നെയിൽ ഇൻഫെക്ഷൻ ആണ് പാരോനിക്കിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് സിമ്പിൾ ആയിട്ടുള്ള വാക്കിൽ ഗ്രീൻ നെയിൽ സിൻഡ്രോം. പച്ച കളറിൽ അവിടെ ഇരിക്കും. നെയിലിന് ചുറ്റുമുള്ള ആ ടിഷ്യൂ എക്സ്റ്റാൻഡ് ഇൻഫ്ലെയിംഡ് ഏരിയ മൊത്തം ഗ്രീൻ പസ് ആയിരിക്കും. പച്ച കളറിലുള്ള പസ് അതിന് ചുറ്റും കാണാം എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ ടോയിൽ ഉണ്ടാക്കാം. ടോ വെബ് ഇൻഫെക്ഷൻ കാലിലായിരിക്കും അത് ഉണ്ടാക്കുക. ദെൻ ബേൺ പേഷ്യൻസ്, പൊള്ളലേറ്റ രോഗികളിൽ ബേൺ വൂണ്ടിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത് അധികവും സ്യൂഡോമോണാസ് ഒറിജിനോസ് ആണ്. കോമൺ ഓർഗാനിസം ഇതാണ്. ദെൻ സ്യൂഡോമോണാസ് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാം. സ്യൂഡോമോണാസ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. അതിപ്പോ സ്പാം ഇതുണ്ടാക്കുന്നത് സ്പാകളിലാണ്. സ്പാകളിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഇവിടെയൊക്കെ റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഔട്ട് ബ്രേക്സ് ആണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ എയ്ഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരിൽ, സിവിയർ ന്യൂട്രോപീനിയ ഒക്കെ ഉള്ള ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ബാക്ടീരിയമ മൂലം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അക്യൂട്ട് നെക്രോട്ടൈസിങ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് ഇതിന്റെ പേര് എന്ന് പറയുന്നത്
പറയുന്നത് എക്തീമ ഗാംഗ്രിനോസം എന്നാണ്. ഗാംഗ്രിനോസം പോലെയുള്ള അസുഖങ്ങളും ഉണ്ടാക്കാം. ഇനി മറ്റ് ഇൻഫെക്ഷൻസ് പറഞ്ഞാൽ സെല്ലുലൈറ്റിസ് ഉണ്ടാക്കാം. സെല്ലുലൈറ്റിസിൽ ബ്ലൂ ഗ്രീൻ പസ് ആയിരിക്കും ഉണ്ടാകുക. ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാക്കാം. ഓസ്റ്റിയോമൈലൈറ്റിസ്. ദെൻ സെപ്റ്റിക് ആർത്രൈറ്റിസ് പോലെയുള്ള ബോൺ ആൻഡ് ജോയിന്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് രോഗികളിൽ മെനിഞ്ചൈറ്റിസ് ഇതുമൂലം ഉണ്ടാകാം. ദെൻ കത്തീറ്റർ മൂലമുള്ള ആൾക്കാരിലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഇത് ഉണ്ടാക്കും. സോ ഇതൊക്കെയാണ് ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സാമ്പിൾ എടുക്കാനായിട്ട് പസ്സിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വൂണ്ട് സ്വാബ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ യൂറിൻ, എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളപ്പോൾ എടുക്കുന്നു. ആൻഡ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ ഗ്രാം നെഗറ്റീവ് ആണെന്ന് കണ്ടെത്താം. അപ്പോൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം. ദെൻ ഓൾസോ പസ് സെൽസും അതിന്റെ കൂടെ കാണാം. ദെൻ ഓക്സിഡേസ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോൺ ഫെർമെന്റർ ആണ്. സോ അപ്പോൾ OF ടെസ്റ്റ് നമുക്ക് ചെയ്യാം. OF ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ LEIF സൺ ഓക്സിഡേറ്റീവ് ഫെർമെന്റേറ്റീവ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. സോ അത് ചെയ്തു കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് പാറ്റേൺ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് OF ടെസ്റ്റ് ചെയ്യാം. ദെൻ ദിസ് ഈസ് നോൺ ഫാസ്റ്റിഡിയസ് ആണ്. അപ്പോൾ വിവിധ കൾച്ചർ മീഡിയയിലൊക്കെ വളരാം. അപ്പോൾ പെപ്റ്റോൺ വാട്ടറിൽ വളരാം. പെപ്റ്റോൺ വാട്ടറിൽ വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെപ്റ്റോൺ വാട്ടറിലാണെങ്കിൽ യൂണിഫോം ടർബിഡിറ്റി സർഫസിലൊക്കെ ആയിരിക്കും വളർച്ച കൂടുതലായിട്ട് കാണുക. ദെൻ ന്യൂട്രിയന്റ് അഗറിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ലാർജ് ആയിട്ടുള്ള ഒപേക്ക് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും നമ്മൾ കാണുക. ആൻഡ് അതിന്റെ കളർ പ്രത്യേകം ഓർക്കുക, വിത്ത് മെറ്റാലിക് ഷീൻ ആണ്. മെറ്റാലിക് ഷീൻ എന്നാണ് അതിന് പറയാ, ഓർക്കുക. ആൻഡ് അതിന് ഇറിഡസെൻസ് എന്ന് നമുക്ക് പറയാം. സോ ഇറിഡസെൻസ് കാണാനായിട്ട് നമുക്ക്. പിന്നെ ഉള്ളത് ബ്ലൂ ഗ്രീൻ ഡിഫ്യൂസ്ഡ് ഓർ യെല്ലോ ഗ്രീൻ പിഗ്മെന്റ്സും കാണാൻ പറ്റും. അതിനകത്ത് ബ്ലൂ ഗ്രീൻ ഡിഫ്യൂസ്ഡ് അല്ലെങ്കിൽ യെല്ലോ ഗ്രീൻ ആയിട്ടുള്ള പിഗ്മെന്റ്സും നമുക്ക് കാണാം. സോ ഇത് കൂടുതൽ കാണാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മീഡിയ ആണ് കിങ്സ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിഗ്മെന്റിനെ നമുക്ക് കൂടുതലായിട്ടൊന്ന് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പയോവർഡിൻ ആണെങ്കിൽ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ യെല്ലോ കളർ ആയിരിക്കും, യെല്ലോ ഗ്രീൻ കളർ ആയിരിക്കും കിട്ടുക. പയോസയാനിൻ ആണെങ്കിൽ നമുക്കപ്പോൾ ബ്ലൂ ഗ്രീൻ കളർ ആയിരിക്കും കിട്ടുക. ആൻഡ് മിക്കവാറും ഈ കോളനീസിനെല്ലാത്തിനും ഒരു സ്വീറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് ഈതർ അല്ലെങ്കിൽ ഫ്രൂട്ടി ഈതർ ആൽക്കഹോൾ ലൈക്ക് ഫ്രൂട്ടി ഓർഡർ ഉണ്ട്. ഒരു ഗ്രീൻ ഗ്രേപ്പ് ഓർഡർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അപ്പോൾ അതിന്റെ ഓർഡർ ഈ സ്വീറ്റ് ആണ് എന്നുള്ളതാണ്. ഇനി ബ്ലഡ് അഗാറിൽ വളർത്തിയാലോ, ബ്ലഡ് അഗാറിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് ബീറ്റാ ഹീമോലൈസിസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഹീമോലൈസിസ് ഉണ്ടാകും. അപ്പം നമുക്ക് അവിടെ ഒരു ഗ്രേ മോയിസ്റ്റ് യെല്ലോ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക, കോളനീസിൽ കിട്ടുക. ഇനി നമുക്ക് മക്കോങ്കി അഗർ മീഡിയത്തിനകത്ത് നമുക്ക് ഇത് നോൺ ലാക്ടോസ് ഫെർമെന്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു പെയിൽ കളേർഡ് കോളനീസ് ആയിരിക്കും കിട്ടുക. പിങ്ക് കളർ ഒന്നും കാണാൻ പറ്റില്ല. ദെൻ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് ഈ സിട്രിമൈഡ് അഗർ മീഡിയം ആണ്. അതിനകത്തൊരു ഗ്രീനിഷ് കളർ കോളനീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ ഇത് കാറ്റലൈസ് പോസിറ്റീവ് ആണ്, ഓക്സിഡേസ് പോസിറ്റീവ് ആണ്. ദെൻ ഓൾസോ സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ് അതും പോസിറ്റീവ് ആണ് നമ്മൾ അറിയാം. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ളത് ഇപ്പൊ ഇൻഡോൾ അത് നെഗറ്റീവ് ആണ്. ദെൻ യൂറിയേസ് നെഗറ്റീവ് ആണ്. ദെൻ ഓൾസോ TSI അഗർ ഇതെല്ലാം നെഗറ്റീവ് ആണ്. ദെൻ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ലാബിൽ ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക, വളർത്തുന്നു, ഡിസ്ക് ഇടുന്നു. ഡിസ്ക് ഡിഫ്യൂഷൻ ടെസ്റ്റ് ആണ്. ഡിസ്ക് ഡിഫ്യൂഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് മുല്ലേർ ഹാൻറ്റൺസ് അഗർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ട്രീറ്റ്മെന്റ് നമ്മൾ വിവിധ തരം ആന്റിബയോട്ടിക്സ് ആയിരിക്കും ഉപയോഗിക്കുക. പ്രധാനമായിട്ട് പെൻസിലിൻസിലൊക്കെ വരുന്ന കാർബാപെനംസ് നമുക്ക് പിപ്രാസിലിൻ പോലുള്ളതൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ. പിന്നെയുള്ളത് മോണോബാക്ടം നമുക്ക് ഉപയോഗിക്കാം. ദെൻ സെഫാലോസ്പോറിൻ നമുക്ക് ഉപയോഗിക്കാം. ചില സെഫാലോസ്പോറിൻ തന്നെ ആന്റിസ്യൂഡോമണാൽ സെഫാലോസ്പോറിൻ എന്ന് പറയുന്ന ഇപ്പോൾ സെഫ്റ്റാസിഡിം അങ്ങനെയുള്ളതാണ്. സെഫോപെരസോൺ നമുക്കറിയാം. ദെൻ സെഫാപൈം പോലുള്ള. സോ ഇതെല്ലാം ആന്റിസ്യൂഡോമണാലിന് ഫേമസ് ആണ്. വേറെയും ഉണ്ട്. ഇനി ഇവയെല്ലാം തന്നെ ബീറ്റ ലാക്ടമേസ് ഉണ്ടാക്കുന്നതാണ്. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ബീറ്റ ലാക്ടമേസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാക്കും എന്നുകൂടി ഒന്ന് ഓർത്തുക. ഇനി ക്വിനലോൺസ്, പോളിമിക്സിൻ അല്ലെങ്കിൽ കോളിസ്റ്റിൻ ഇതിനൊക്കെതിരെ ആക്ടിവിറ്റി ഉണ്ട് ഈ സംഭവത്തിൽ. ഇനി ക്വിനലോൺസ്, പോളിമിക്സിൻ അല്ലെങ്കിൽ കോളിസ്റ്റിൻ ഇവയൊക്കെ ഫലപ്രദമാണ് ഇതിനെതിരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. സോ ആന്റിബയോട്ടിക്സ് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.